ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി സകലവും നൽകും. ഹല്ലേലൂയ. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. All believers were in one mind and in one accord. 4:32 അതോടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. വിശ്വസിച്ചുള്ള കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. Hallelujah. Before they were concerned about their ranking, ഈ പരിശുദ്ധാത്മ ശക്തി വരുന്നതിന് മുമ്പ് അവരുടെ ചിന്ത എന്തായിരുന്നു? I heard Joe's pastor talk about yesterday. They were controlled by fear. They were controlled by positions. കാരണം ശിഷ്യന്മാർ കൂടുമ്പോഴും അവർ പറയുന്നത് തങ്ങളിൽ വലിയവൻ ആര്, ഞങ്ങളില് വലുതാര. പത്രോസും കൂടെയുള്ള 11 പേരും കൂടെ നടക്കുമ്പോൾ പീറ്റർ എന്നെയാണ് ആദ്യം വിളിച്ചത്, അതുകൊണ്ട് ഞാനായിരിക്കും ഇവരുടെ എല്ലാം ലീഡർ. ഇനി ഓരോരുത്തർക്ക് അവരവരുടെ ന്യായവാദങ്ങളുണ്ട്, അതിപ്പോൾ പറയാനായിട്ട് പോവുകയാണ്. Who is the chief among us? ഞങ്ങളിൽ വലിയവൻ ആരാ എന്നുള്ള ഒരു ചിന്തയാണ് അവരെ ഭരിച്ചു വരുന്നത്. അപ്പോഴേ കർത്താവ് അവരുടെ ഉള്ളം പലപ്പോഴും അറിഞ്ഞു. അവർക്ക് എപ്പോഴും അവരുടെ ചിന്ത ഇന്നും സഭകളെ ഭരിക്കുന്ന ഒരു ശക്തിയാണ്. Hallelujah. There is only one person that is important in the church. You know who that is? That is our Lord Jesus Christ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഓരോരുത്തർ ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. നമ്മൾ ആ കഴിവുള്ളത്തോളം നമ്മൾ ചർച്ചിന് വേണ്ടി ചെയ്യണം. പാസ്റ്റർ റോള് കൊടുത്തിട്ടുള്ളവർ അത് ചെയ്യട്ടെ. മറ്റ് വിവിധ ശുശ്രൂഷകൾ എല്ലാം പാസ്റ്റർമാർ മാത്രമല്ല, സഭയെ നടത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. അതിന് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനിപ്പോൾ ഓരോരുത്തരുടെ ശുശ്രൂഷ എടുത്തു പറയുന്നില്ല. എല്ലാവരെയും കർത്താവിന് ആവശ്യമുണ്ട്. നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. നമ്മൾ ആരും ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അല്ല. They are concerned about themselves and they are thinking about what is in it for me. എനിക്ക് ഇതിൽ എന്താണ് കിട്ടുന്നത്? What do I get? Who am I in this relation? That is what they are thinking. അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് what is in it for me. എനിക്ക് ഇതിൽ നിന്ന് എന്തോ കിട്ടും. നമ്മുടെ കർത്താവിനെ സേവിക്കേണ്ടത് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ആകാമെന്ന് വിചാരിച്ചല്ല. നമ്മുടെ കർത്താവിനെ, എന്റെ കർത്താവിന്റെ നാമത്തെ I can lift his name wherever I go. Hallelujah. By whatever means I can. ദൈവം നമ്മളെ ഉയർത്തുന്നത് ഒരു മനുഷ്യനും തടയുവാനും പറ്റുകയില്ല. ഇപ്പൊ ഒരാൾ വിചാരിക്കുക ഒരാളെ താഴ്ത്തണം വിചാരിച്ചാൽ യുവർ മിനിസ്ട്രി വോണ്ട് ഗോ അവേ, ബട്ട് നെവർ തിങ്ക് ദാറ്റ് വേ. ഗോഡ് ഈസ് ദ വൺ. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ അവരിൽ വലിയവരും ആരും ഉണ്ടായിരുന്നില്ല. All believers were in one mind and in one accord. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നു. അവരുടെ ഏക മനസ്സ് ഏക ഹൃദയം. അവരുടെ തലയാരാ? കർത്താവ്. ഹല്ലേലൂയ. അവർക്ക് ഒരു ഹൃദയവും ഒരു ബോഡി ഒരു മനസ്സേ ഉണ്ടായിരുന്നു. അത് പലരും കൂടിയ പലരായി നാം ഒരു ശരീരമാകുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. We are different human beings but we have one heart. What is that heart's desire? To please our Lord. Hallelujah. What is our whole intention? The whole intention is somehow bring glory to God. There is only one head, that is our Lord Jesus Christ. And different people have different ministry. Bible talks about it. That's fine. I'm not belittling that. But there is only one person that is prominent in the church, and that is our Lord Jesus Christ. Our chinta varan karanam idana. They are controlled by the Spirit of God. ദൈവത്തിന് ഈ 4-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ 2-4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അവർ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ഗ്രീക്കിൽ ഒരു പദമുണ്ട്, കോയിനിയോ, അല്ലെങ്കിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന പദം അതിൽ നിന്നുണ്ടായതാണ്. Ephesians 2:21 സമയം തീർന്നു, ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. The whole building being fitted together and being built together for a dwelling place for God in the Spirit. ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അവര് ആ ഭാഗം വായിക്കുമ്പോൾ എഫെസ്യർ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആരെങ്കിലും എടുക്കുന്ന മലയാളത്തിൽ വായിച്ചാൽ ഹല്ലേലൂയ. ആത്മാവിനാൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ഹല്ലേലൂയ ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഹല്ലേലൂയ. How that is possible? Built together. All believers were in one mind and one accord. ദൈവത്തിന്റെ പരിശുദ്ധ, when the Holy Spirit came down on the early church, these are the things that happened. That's what I wanted to say. Their knowledge increased. They became people of great knowledge and great authority. They were enabled to do. They were energized to do more than they normally could do.
and also their resources were enlarged, their limitations were removed, and they were enlarged in every aspect of life. God provided for their needs, and also they fitted together and being built together. ഒരുമിച്ച് ആത്മാവിനാൽ പണിതു വരുന്നു. ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് ഈ സ്ട്രൈഫും പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത്? ആത്മാവിന്റെ യോജിപ്പ്, ആത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതെ വരുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാനൊരു വാക്കിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. But what name they are doing it? But what power they are doing it? Let the world see in us that power that moved in the early church. There are different aspects of the Holy Spirit, but I just want to say this, that യേശുവിന്റെ നാമം നമ്മളിരിക്കുന്ന നാമമാണ്. യേശുവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ അമാനുഷികമായ അനുഭവങ്ങളിൽ കൂടെ ദൈവം നമ്മെ നടത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ പുറമേയുള്ളത് കാണുന്നു, നമ്മൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നാൽ അതിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. There is a God who works on us, on behalf of us, without us seeing it, with our naked eye. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമുക്കായി ജീവിക്കുന്നു. When that power passed through the ankle of this particular man, he was healed. ഈ മനുഷ്യന്റെ അരിയാണിയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ്, ഈ ശക്തി വ്യാപരിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിലാണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ചത്. അതുകൂടാതെ യേശുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി അവന്റെ അരിയാണിയിൽ കൂടെ വ്യാപിച്ചപ്പോൾ അവൻ വിടുതൽ പ്രാപിച്ചു. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ഈ യോഗം അവസാനിപ്പിക്കുക. നല്ല ഇടയൻ എന്നും